പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല പോകുന്നത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് തിരിച്ചറിയാൻ ഇടയായിരിക്കുകയാണ് ഇപ്പോൾ ശ്യാം. ഇതോടെ അഞ്ജലി മുന്നിലേക്ക് കടന്നു വരുന്നു. അഞ്ജലി കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയാണ്. നിങ്ങൾ അപ്പോൾ ഞങ്ങളെ ചതിക്കുകയായിരുന്നു. ഞാൻ ഇത്രയും നാൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ പ്രണയിച്ചത്. പക്ഷേ നിങ്ങൾ എന്നെ തന്ത്രപൂർവം വഞ്ചിച്ചു എന്നതാണ് സത്യം. എനിക്കൊരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇനിയൊരിക്കലും നിങ്ങളുടെ കൂടെ ഉള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനമാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോകാം. ഇനി നിങ്ങളെ എനിക്ക് കാണുകയേ വേണ്ട. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അഞ്ജലി എന്നെ വിശ്വസിക്കണം. ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതോടെ അപ്പോൾ ഈ കാണുന്ന തെളിവുകളെല്ലാം എന്താണ്? നിങ്ങൾ ശ്രുതിയുടെ അച്ഛനെ പോലും കൊല്ലാനായി ശ്രമിച്ചു. അത്രയും വലിയൊരു ദുഷ്ടനാണ് നിങ്ങൾ. സ്വന്തം കാര്യം നടക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന ക്രിമിനൽ മൈൻഡ് ഉള്ളവൻ. അങ്ങനെയുള്ളവരുടെ കൂടെ ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഡിവോഴ്സ് ഞാൻ നേടിയെടുത്തിരിക്കും നിങ്ങളിൽ നിന്ന്. മാത്രവുമല്ല, നിങ്ങളെ പോലെയുള്ള ഒരു ചതിയന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ശിക്ഷ വാങ്ങി നൽകാനും ഞാൻ ശ്രമിക്കും. ഇതോടെ അഞ്ജലി എന്ന് പറഞ്ഞ അഞ്ജലിയുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലുകയാണ് ഇപ്പോൾ ശ്യാം. എന്നാൽ ശ്യാമിനെ ഞെട്ടിച്ചുകൊണ്ട് ശ്യാമിൻ്റെ മുഖത്തടിക്കുന്ന അഞ്ജലി, ഇറങ്ങടാ എൻ്റെ വീടിന് പുറത്ത് എന്ന് പറയുന്നതോടെ വീട്ടിലുള്ള എല്ലാവരും ആകെ പകച്ചു പോകുന്നു. ഇതേ തുടർന്ന് തൻ്റെ റൂമിലേക്ക് പോയി പൊട്ടിക്കരയുകയാണ് അഞ്ജലി ചെയ്യുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.